ഒരുപാട് ആൾക്കാരെ പ്രാർത്ഥനയുണ്ട്. കാരണം കുചേലൻ എവിടെ പോയി എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചു. അപ്പൊ അതിനൊക്കെ ഒരു ഉത്തരമാണത്. നമ്മളിപ്പോ നിൽക്കുന്നത് കിഴക്കേ നടയിലാണ്, മഞ്ഞുലാലിന്റെ മുന്നില്. അപ്പൊ ഈ നിൽക്കുന്ന മഞ്ഞുലാലുള്ള ഗരുഡന്റെ നവീകരണം കഴിഞ്ഞു, പുതിയ വെങ്കല ഗരുഡൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിന് ശേഷം നമ്മുടെ കുചേലൻ ഉണ്ട്. അപ്പൊ അതിനോടനുബന്ധിച്ച് മാറ്റിണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് ഒരുപാട് മാസങ്ങളായി ആൾക്കാരെ അന്വേഷിക്കുന്നത്. ഇവിടെ ഒരു കുചേലൻ ഉണ്ടായിരുന്നു. ആ കുചേലൻ എവിടെ പോയി? അത് ഗരുഡനെ സ്ഥാപിക്കുന്ന അന്ന് തന്നെ അത് വെക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ അത് ഉണ്ടായില്ല. അപ്പൊ അത് എവിടെയാണ്, എന്നാണ് വെക്കുക അതിന് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചിരുന്നു. അപ്പൊ അതിനൊക്കെയുള്ള ഉത്തരമാണ് ഇന്ന് ഉണ്ടായത്. അതെ, ഇന്ന് കുചേല ദിനം കൂടിയാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് ഇന്ന് പുതിയ കുചേലൻ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. ദിയ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഉള്ളത് മഞ്ഞുലാൽത്തറയിലെ പുതിയ കുചേലന്റെ പ്രതിമ നിർമ്മിച്ച ചേട്ടനാണ്. അപ്പൊ എത്ര സമയം എടുത്തു? 2 മാസം സമയമെടുത്തു. പിന്നെ അത് പൂർത്തിയാവാൻ അത് ആദ്യം കളിമണ്ണ് നിർമ്മിച്ച് പ്ലാസ്റ്റർ പാർസൽ മോൾഡ് എടുത്ത ശേഷം കരിങ്കൽ നിറം പൂശുകയാണ് ചെയ്തത്. നിറം പൂശുകയാണ് ചെയ്തത്. അപ്പം 304 സ്റ്റീലും അപ്പൊ കുറെ കാലങ്ങളോളം നിലനിൽക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം ഉണ്ടാക്കുന്നത്. എന്തായാലും കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു.
സൗഹൃദങ്ങൾക്ക് വേണ്ടത്ര പരിഗണനയും വേണ്ടത്ര കരുതലും ഒന്നും ലഭിക്കാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തീർച്ചയായും ഈ കുചേല ദിനം സൗഹൃദങ്ങൾ എപ്രകാരമാണ്, എങ്ങനെയാണ് ഊട്ടി വളർത്തേണ്ടത് എന്ന ഒരു സന്ദേശം നമ്മളിലേക്ക് പകർന്ന് എല്ലാവരുടെയും മനസ്സിലുള്ള ആ കുചേല സങ്കല്പത്തിന് അനുഗുണമായ രീതിയിൽ തന്നെ അതേപോലെ സൃഷ്ടിച്ചിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും ഇത് ഒരു പുതിയൊരു ചുവടുവെപ്പാണ്. ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇങ്ങനെയുള്ള ഈ സ്ഥാപനങ്ങളും ഇങ്ങനെയുള്ള ആവിഷ്കാരങ്ങളും ഒക്കെ നമുക്ക് ഭക്തജനങ്ങൾക്ക് കൂടുതൽ പ്രചോദനമായി തീരും. ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹാശിസുകളും കടാക്ഷങ്ങളുമൊക്കെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് ഉണ്ടാവും, ഇനിയും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സ്പോൺസറിങ് അന്യൻ്റെ വേദനകൾ നമ്മളുടെ വേദനകളായി മാറുന്ന, അന്യൻ്റെ സുഖം നമ്മളുടെ സുഖമായി മാറുന്ന ആ രീതിയിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ സന്ദേശമാണ് കുചേല ദിനം നമുക്ക് പകർന്നു തരുന്നത്. തീർച്ചയായും അത് ഉൾക്കൊള്ളുവാൻ പ്രേരകമായി തീരട്ടെ ഈ കുചേല പ്രതിമയുടെ സ്ഥാപനം എന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയുവാനുള്ളത്. ഈ പ്രതിമാ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ചെറിയ ചില വിവാദങ്ങൾ മുമ്പ് ഗരുഡൻ്റെ പ്രതിമ സ്ഥാപിച്ചപ്പോൾ കുചേലനെ അവഗണിച്ചു എന്നുള്ളത് യഥാർത്ഥത്തിൽ ദേവസ്വത്തിൻ്റെ മനസ്സിലതില്ലാത്തത് കൊണ്ടല്ല, അവഗണിക്കുകയല്ല ചെയ്തത്. അതിനനുസരിച്ച് ആ ഗരുഡൻ്റെ പ്രതിമ എപ്രകാരം ഇതാണ് പുതിയ കുചേലൻ. അതിന് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയായിരുന്നു വിളക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ, അത് കൊള്ളായിരുന്നു. അതുപോലെ ജ്യോതിയാശാൻ അഷ്ടപതി അതെ, നല്ല രസം കേൾക്കാൻ. അപ്പൊ എന്തായാലും മനോഹരമായിരുന്നു ഈ കുചേല ദിനത്തില്. അടിപൊളിയായി. അത് ഒരുപാട് ആൾക്കാരെ പ്രാർത്ഥനയുണ്ട്. കാരണം കുചേലൻ കുചേലൻ ഇവിടെ ഉണ്ടായിരുന്നാണ് ആദ്യം. അപ്പൊ അത് മാറ്റിയിട്ട് പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ട് വെച്ചതാണ്. ഈ വെങ്കല പ്രതിമ സമർപ്പിച്ച ആള് തന്നെയാണ് ഇതും സമർപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് രണ്ടും ഒരാളാണ് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും അടിപൊളിയായത്. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.